നമ്മളിൽ മിക്ക ആളുകളും ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആരുടെയെങ്കിലും വായിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടായിരിക്കും. നീയൊക്കെ ജിമ്മിൽ പോണതല്ലേടാ, നിങ്ങൾക്കൊക്കെ എന്താ ഇത് പൊക്കിയ? ഇങ്ങനെ ഒരു ഡയലോഗ് നിങ്ങൾ ആരുടെയെങ്കിലും വായിൽ നിന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന് മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ ഒന്നെങ്കിൽ അവർക്ക് ജിമ്മിനെ പറ്റി എന്താണെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാണ് ഹെൽത്തും ഫിറ്റ്നസ്സൊക്കെ എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് അറിഞ്ഞൂടാ. പിന്നെ അവർ കമ്പൈൻ ചെയ്യും. നിങ്ങൾ കാണാൻ ഭയങ്കര ജിമ്മും ഒത്ത തടിയും ഒത്ത വണ്ണം അങ്ങനെയൊക്കെ നിങ്ങളെപ്പറ്റി വിചാരിക്കും. എന്നിട്ട് നിങ്ങളെ അത് വെച്ച് എന്ന് വെച്ച് നിങ്ങൾക്ക് ഇത് പൊക്കിയാൽ എന്താണ്, നിങ്ങൾക്ക് ഈ ജോലി എടുത്താൽ എന്താണ്, അങ്ങനെ അവർ തെറ്റിയായിരിക്കും. അത് മെയിനായിട്ട് അവർക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ എൻ്റെ ജിമ്മിൽ ഒരു കഥ പറയാം. എൻ്റെ ജിമ്മിൽ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത, അധികം പൊക്കമൊന്നും ഇല്ലാത്ത ഒരു പയ്യനുണ്ട്. ആ പയ്യൻ ഒരു 5 അടി 6 ഇഞ്ച് 5 അടി 5 ഇഞ്ച് പൊക്കം, ഒരു നോർമൽ ഹൈറ്റാണ്. ഒരു വെയിറ്റ് ഒരു 58-57 കിലോ ആണ്. അപ്പം ആ പുള്ളി ഷോൾഡർ പ്രസ് മിക്കപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം ഈ പുള്ളി ജിമ്മിൽ വന്ന സമയം തൊട്ടേ ഈ ഷോൾഡർ പ്രസ് ആ പ്രോഗ്രസീവ് ഓവർലോഡിലൂടെ പക്കയായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയെല്ലാം എക്സസൈസ് പുള്ളിക്കാരൻ നോർമലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എക്സസൈസ് പുള്ളിക്കാരൻ നല്ല വെയിറ്റ് ഇട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അത്ര വലിയ ഷോൾഡറും അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ജിമ്മിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഇട്ട് ഷോൾഡർ പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ പയ്യനായിരുന്നു. വേറെ എത്ര വലിയ ബോഡി ബിൽഡേഴ്സ് വന്നിട്ടും എത്ര വലിയ പവർ ലിഫ്റ്റേഴ്സ് വന്നിട്ടും അത് ഷോൾഡർ മറ്റേ ബാർ വെച്ചുള്ള ഷോൾഡർ പ്രസ് അല്ല, അല്ലാണ്ട് മെഷീൻ സാധാ ഷോൾഡർ പ്രസ് ചെയ്യുന്ന മെഷീൻ വെച്ചുള്ള ഷോൾഡർ പ്രസ് ആണ്. ഈ പുള്ളി ചെയ്യുന്ന വെയിറ്റും പിന്നെ അടിപൊളിയായിട്ടുള്ള ഫോമിലും വേറെ ആർക്കും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചാൽ ഇവൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ആണല്ലോ എല്ലാം. ഇവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അത് ട്രാക്ക് ചെയ്ത് നന്നായിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നുണ്ട്. ഇവൻ അതിന് വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്തതല്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ ചെയ്ത് അങ്ങനെ ആയി പോയതാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ അധികം സൈസൊന്നും ഇല്ലാത്ത ഒരാൾ ഇപ്പം എന്തെങ്കിലും ചുമട്ട് പണിക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ തലയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്നതാണെങ്കിലും ഇപ്പം എന്തെങ്കിലും തടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആളാണെങ്കിലും അയാൾക്കൊന്നും വലിയ സൈസ് കാണത്തില്ല. അത്രയും സൈസൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അയാളുടെ പ്രാക്ടീസിലൂടെ, നമ്മൾ നേരത്തെ എൻ്റെ ജിമ്മിലെ പയ്യനെ പറ്റി പറഞ്ഞ പോലെ ആ പയ്യൻ എന്തോ ചെയ്തത്, ജിമ്മിൽ ആ ഷോൾഡർ പ്രസ് മെഷീൻ മാത്രം നല്ല പ്രാക്ടീസോടെ എപ്പോഴും ചെയ്ത് അതിൽ മാത്രം ഭയങ്കര സ്ട്രോങ് ആയി. അതുപോലെ തന്നെ ഈ ചുമട്ട് തൊഴിലാളി ഈ വെയിറ്റ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു സിമന്റോ തടിയോ അതൊക്കെ എടുത്ത് ആ നാക്കിൽ വെക്കുന്ന സ്റ്റൈലിൽ അതിൽ പ്രാക്ടീസായി അത്രയും വെയിറ്റും എടുത്ത് ഷോൾഡറിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള പ്രാക്ടീസായി. അപ്പം അത് പെട്ടെന്ന് ഒരു ജിമ്മിൽ പോയി നല്ല സൈസുള്ള ആൾക്ക് ചിലപ്പോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അയാൾക്ക് അത്ര അതിൽ പ്രാക്ടീസ് ഇല്ല. എന്ന് വെച്ച് ഈ ജിമ്മിൽ പോകുന്നയാൾ ഈ ചുമട്ട് തൊഴിലാളിയേക്കാളും അൺഹെൽത്തി ആണെന്ന് നമുക്ക് ഒരിക്കലും അതുകൊണ്ട് വെച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മസിൽ മാസൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൈയൊക്കെ അത്യാവശ്യം വലുതായിരിക്കും, അങ്ങനെ നമുക്ക് സൈസ് തോന്നി. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രാക്ടീസ് ഇല്ല. ഈ ഒരു ഇപ്പം തടിയെടുത്ത് മുകളിൽ വെക്കും. നമുക്കിപ്പം ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. ഡെഡ് ലിഫ്റ്റിൻ്റെ ഫോമിൽ നമുക്ക് എത്ര കിലോ വേണമെങ്കിലും ഒരു ജിമ്മിൽ പോകുന്ന ആൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഡെയിലി വേജിൽ ഈ തടിയൊക്കെ പൊക്കുന്ന ആൾക്ക് അയാൾ വേറൊരു രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അയാൾ കണ്ടുവന്നതും വേറെ രീതിയിലൊക്കെയാണ് തടി പൊക്കി തോളത്ത് വെച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ തടിയെ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇതുപോലെ എന്ത് വെയിറ്റ് വേണമെങ്കിലും ആകാം, സിമൻ്റ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകും. അപ്പം ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്ന ആൾ ഇയാളെ കമ്പയർ ചെയ്യും. എനിക്കത് പറ്റുന്നുണ്ടല്ലോടാ, എനിക്ക് ഇത്ര തടിയൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് നാക്കിൽ എനിക്ക് അതൊക്കെ അവിടെ കൊണ്ടിടാൻ പറ്റുന്നുണ്ടല്ലോ, നിനക്ക് ഇത്ര ഒത്ത തടിയും ഒത്ത വണ്ണമൊക്കെ ഉണ്ടായിട്ട് നിനക്ക് എന്താ പറ്റാത്തത്? അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പം അതേ ഒരാൾ അതേപോലെ തന്നെ ഇവൻ്റെ കൂടെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇയാൾ കിടന്നു പോകും. ഒരിക്കലും ഈ ഡെയിലി വേജ് ഒക്കെ ചെയ്ത് ഈ ചുമട്ട് പണിയൊക്കെ ചെയ്യുന്നവരെ കളിയാക്കുമല്ല. പക്ഷെ അവരിൽ കുറേ പേജ് എനിക്കറിയാം നന്നായിട്ട് നല്ല വിവരമുള്ളവരുണ്ട്. പക്ഷെ അതിൽ കുറേ പേരെന്ന് വെച്ചാൽ ഈ ജിമ്മിൽ പോകുന്നവരെ എപ്പോഴും കളിയാക്കും. ഈ ജിമ്മിൽ പോകുന്നവർക്ക് ഭയങ്കര സൈസ് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇതൊന്നും ഇല്ല, ഇതൊന്നും നമ്മളത്ര ആരോഗ്യമൊന്നും ഇല്ല. അതൊക്കെ ചുമ്മാതാണ്. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഇഞ്ചറി വരാൻ ചാൻസ് കുറവായിരിക്കും. കാരണം അവർ നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് ഓരോ വെയിറ്റും ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടല്ല, പക്ഷെ ഇപ്പം കുറേ മെഷീൻസിൻ്റെ ഒക്കെ സഹായത്തോടെ അത്യാവശ്യം ഈ ഡെയിലി വേജസ് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം സുഖകരമായിട്ടുണ്ട് അവരുടെ പണിയൊക്കെ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഫൈറ്റ് ചെയ്യുന്നവരും. ഇപ്പം കുറേ പേര് കിക്ക് ബോക്സിങ്ങും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ നാടൻ തല്ല് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ നാടൻ തല്ല് ചെയ്യുന്ന ആളുകളും കിക്ക് ബോക്സിങ് അല്ലെങ്കിൽ ബോക്സേഴ്സുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് അപ്പോൾ 1-on-1 ഒരു ബോക്സിംഗ് ഫൈറ്റിലേക്ക് വരുവാണെങ്കിൽ ബോക്സർ അവന് ഈ സ്ട്രീറ്റ് ഫൈറ്ററിന് ഇടിച്ച് നിലത്തിടും, അത് ഉറപ്പാണ്. അത് കിക്ക് ബോക്സർ ആണെങ്കിലും അവനെ ഇടിച്ച് നിലത്തിടും. പക്ഷേ എന്ന് വെച്ച് എനിത്തിങ് ഗോസ്. അങ്ങനെ ഒരു ഫൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, പിടിക്കാം. ഇപ്പം ഒരു ബോക്സൊന്നും ഒരിക്കലും റെസ്ലിംഗുമായിട്ട് അവനൊരു പരിചയമില്ല. പക്ഷേ ഈ നാടൻ തല്ല് ചെയ്യുന്ന അയാൾക്ക് ചിലപ്പോൾ പലതരം ലോക്കും പൂട്ടുകളൊക്കെ അറിയായിരിക്കും.
അയാൾ ചിലപ്പം ഈ ബോക്സറിനെ ചിലപ്പം 1-on-1 എനിത്തിങ് ഗോസ് ഫൈറ്റിൽ ചിലപ്പോൾ അയാളെ ആ ലോക്കൊക്കെ ചിലപ്പോൾ ഇട്ട് പിടിച്ചെന്നിരിക്കും. അപ്പം അങ്ങനെ ബോക്സർ ചിലപ്പോൾ താഴെ വീണെന്നിരിക്കും. എന്ന് വെച്ച് ഈ നാടൻ തല്ലും കുറെ പൂട്ടൊക്കെ അറിയാവുന്ന ഇയാൾ ഒരു MMA ഫൈറ്ററിന്റെ അടുത്ത് തല്ലാൻ ചെന്നാൽ ചിലപ്പോൾ MMA ഫൈറ്റർ ഇയാളെ അടിച്ച് തറയിട്ടെന്നിരിക്കും ഒരു എനിത്തിങ് ഗോസ് ഫൈറ്റിൽ. അപ്പം നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ സ്പോർട്സ്മാൻഷിപ്പിൽ എല്ലാത്തിനെയും കണ്ടത്. ഇപ്പൊ ബോക്സർക്കാണെങ്കിലും ആ ബോക്സിങ്ങിന്റെ നിയമത്തിനനുസരിച്ചേ അയാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം വേറെ എന്ത് കാണിക്കാമെന്ന ഫൈറ്റിൽ നമുക്ക് ബോക്സറിനെ അടിച്ചിട്ടതിൽ വലിയ കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പം നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യും. കണ്ടാണ് ഇപ്പം നാടൻ തല്ല് ചെയ്യുന്നവൻ ഇപ്പോൾ ബോക്സറിനെ അടിച്ചതായിട്ട്, കാരണം അവന് ബോക്സിങ് അറിയാവുള്ളൂ. വെറുതെ ഫിസ്റ്റ് ഫൈറ്റ് ആണെങ്കിൽ അവൻ ഒരിക്കലും ഈ നാടൻ തല്ല് അത് അടിച്ച് തോപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ സ്പീഡ് മൂവ്മെൻ്റ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് ഭയങ്കര നല്ലതല്ല സത്യത്തിൽ. അപ്പം അത് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇപ്പം മാറുന്നുണ്ട്. പണ്ട് ഭയങ്കരമായിട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പം നന്നായിട്ട് കുറഞ്ഞ്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ആരുടെങ്കിലും വായിന്നൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്.